ഈ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ മുന്നണികൾ പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇനി കേരളത്തെ നയിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കണമെന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ജനങ്ങൾ നൽകിയത്. അതിനുള്ള കാരണം സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തിന്റെ, നിലവിലുള്ള ഭരിക്കുന്ന കക്ഷിക്കെതിരായിട്ടുള്ള ജനവികാരത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ആനുകൂല്യവും ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാണ് നൽകിയത്. കോൺഗ്രസിനെ ജനങ്ങൾ പരിഗണിച്ചിട്ടേയില്ല. 18 സീറ്റിലും കോൺഗ്രസ് ആണ് ജയിച്ചത്, UDF ആണ് ജയിച്ചത്. പക്ഷേ ഭരണത്തിനെതിരായിട്ടുള്ള വികാരത്തിന്റെ 1% പോലും കോൺഗ്രസിനോ UDFനോ കിട്ടിയിട്ടില്ല. അവർക്ക് 1% വോട്ട് കുറയുകയാണ് ചെയ്തത്. ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ കേരളത്തെ നയിക്കണമെന്നുള്ളതാണ്. ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർകാരോട് പറഞ്ഞു, തൃശ്ശൂർ എനിക്ക് തരണം. ജനങ്ങൾ 2 കൈയും നീട്ടി അത് സ്വീകരിച്ചു. ഹൃദയത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. തൃശ്ശൂർ അങ്ങ് എടുക്കാൻ ജനങ്ങൾ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തു. അതേ നേതൃത്വം പാലക്കാട്ടെ ജനങ്ങളോട് പറയുകയാണ്, പാലക്കാട് നിങ്ങൾ ഇന്ന് തരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്. പാലക്കാടും ചേലക്കരയും കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നാൽ 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നായിരിക്കും. 2026 കേരളത്തിൽ BJP മുഖ്യമന്ത്രി. ആളുകളിൽ എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ ചർച്ചയാവാതെ പോയ ഒരു സംസ്ഥാനമുണ്ട്, ഒറീസ. ഒറീസയിൽ BJPയുടെ സർക്കാർ വന്നു, മുഖ്യമന്ത്രിയായി വലിയ ഭൂരിപക്ഷം കിട്ടി. 2019 ഒറീസയിലെ ജനങ്ങൾ എത്ര ശതമാനം വോട്ട് നൽകിയാണ് ആ തെരഞ്ഞെടുപ്പിൽ BJPയെ വിജയിപ്പിച്ചത് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. 2019 19.6% വോട്ട് നൽകിയാണ് ഒറീസയിലെ ജനങ്ങൾ BJPക്ക് വോട്ട് നൽകിയത്. 2024 40%-ലേറെ വോട്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി സർക്കാരും അവിടെ ജനങ്ങൾ നൽകിയിരിക്കുന്നു. ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലുകേറാൻ മലയല്ല, ഇത് കേരളമാണ്. ഈ കേരളം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് തൃശ്ശൂരിൽ നിന്ന് കേരളത്തിന് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള കൃത്യമായ സന്ദേശമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനങ്ങൾ നൽകിയത്. അടുത്ത 2 വർഷം ഈ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ എല്ലാ തെറ്റായ നയങ്ങൾക്കുമെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ പോരാട്ടങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്താനുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്.